ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള SITയുടെ പരിശോധന ചെന്നൈയിൽ ഇപ്പോഴും തുടരുകയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലാണ് പരിശോധന. അതിനിടെ വൈദ്യപരിശോധനയ്ക്കായി അമ്പത്തൂർ റോട്ടറി ക്ലബ്ബ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പറയണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിലും പരിശോധന തുടരുകയാണ്. ഫ്ളാറ്റിൽ നിന്ന് SIT സ്വർണം കണ്ടെത്തിയതായി സൂചനകളുണ്ട്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ചെന്നൈയിലെ പരിശോധന ഇപ്പോഴും നടക്കുകയാണോ? ബംഗളൂരുവിലേത് അവസാനിച്ചിട്ടുണ്ടോ? നാളെയും തുടരാനാണോ സാധ്യത? ദിവിഷ്, ചെന്നൈയിലെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. SP ശശിധരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. വൈകിട്ട് 5:15 കൂടിയാണ് സംഘം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയത്. ഏറ്റവും പ്രധാനം പണിക്കൂലിയായി നൽകിയ 109 ഗ്രാം സ്വർണം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും, അല്ലെങ്കിൽ പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പോകുന്നത്. അല്പസമയം മുൻപ് കിൽപോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മനസ്സിലാക്കുന്നതനുസരിച്ച് അമ്പത്തൂർ ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തിരിച്ചു പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ SPയും സംഘവും ഉണ്ട്. അവിടെ നിന്നായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് മനസ്സിലാവുക. ഏതായാലും നിലവിലെ സാധ്യതയനുസരിച്ച് ഒരുപക്ഷെ ഇന്ന് ചെന്നൈയിൽ തുടരാൻ ഉള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം അമ്പത്തൂർ മേഖലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അമ്പത്തൂർ റോട്ടറി ക്ലബ്ബ് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. ഏതായാലും ഒരു കാര്യവും ഒന്നും പറയാനില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇവിടെ പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ ദേവസ്വം അപ്രൈസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെയായിട്ടാണ് വന്നത്. അതായത് സ്വർണത്തിന്റെ മാറ്റുരച്ചു നോക്കുന്നതിനൊക്കെ വേണ്ടി ദേവസ്വം അപ്രൈസർ ഇവിടെ വന്നിരുന്നു. ആ സംഘവും പോലീസിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പോലീസ് അതിനുശേഷം ഈ ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് ഹെൽത്ത് ചെക്കപ്പിനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തിറക്കിയപ്പോൾ അപ്രൈസറും 4 പോലീസുകാരും ഈ വരുന്ന വഴിക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏതായാലും സംഘം അമ്പത്തൂർ മേഖലയിലേക്ക് കടന്ന് ചെല്ലുകയാണ്. അവിടെ SPയും സംഘവും ഇപ്പോഴും തുടരുന്നുണ്ട്. ബംഗളൂരുവിലെയും പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് സ്വർണം 176 ഗ്രാം ആഭരണങ്ങളായിട്ട് ഏതാണ്ട് 20 പവനോളം ആഭരണങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇനി അതിന്റെ മറ്റ് നടപടികളൊക്കെ അവിടെ പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് ബംഗളൂരുവിൽ പരിശോധന, ചെന്നൈയിൽ എന്തെങ്കിലും പരിശോധനകൾ നടക്കുന്നു. രാത്രി വൈകിയും അതിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. നാളെയും പരിശോധനകൾ തുടരാനുള്ള സാധ്യതയുമാണുള്ളത്. KB ശ്രീധരനാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.